ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി വന്ന മനുവിനെയും രേഷ്മയും കാത്ത് അവന്തികയും അഭിയും ഒപ്പം വൈശാഖും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അയാൾ പോയല്ലേ? മനു ചോദിച്ചതിന് മറുപടി പറയാതെ അഭിയും വൈശാഖും അവനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവന്തിക ചിരി അടക്കി പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. രണ്ടും കൂടി അവിടെ എന്തായിരുന്നു പരിപാടി? വൈശാഖ് ചോദിച്ചതും രേഷ്മയ്ക്കും മനുവിനും അവർ എല്ലാം കണ്ടു എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ മുഖം ചമ്മല് കാരണം പൊന്തിയിരുന്നില്ല. അയ്യോ, എന്താ നീ എന്ന് പറഞ്ഞത്? ഞാൻ ആ ടൈപ്പൊന്നും അല്ലെന്നോ? എങ്ങനെ? അഭി അവന്റെ തോളിലൊന്ന് ഞെരിച്ചുകൊണ്ട് പതിയെ മനുവിനെ അവരുടെ അടുത്തേക്ക് നിർത്തി. രേഷ്മയിടയ്ക്ക് ഏറ് കണ്ടിട്ട് അവന്തികയെ നോക്കുന്നുണ്ടായിരുന്നു. അവന്തിക അവളുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അവളുടെ തല ഉയർത്തിപ്പിടിച്ചു. രണ്ട് കൈകളും ഏണിൽ വെച്ച് തന്നെ തുറച്ചു നോക്കുന്ന അവന്തികയെ കണ്ടതും രേഷ്മ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു. അവന്തികയ്ക്ക് അത് കണ്ടിട്ടും ചിരി വരാതെ അവളെ അങ്ങനെ തന്നെ നോക്കി നിന്നു. എടി, അത് പിന്നെ ആ രാക്ഷസൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ വിവരം അഭിയേട്ടനോട് പറയാൻ വേണ്ടി ഞാൻ മനുവേട്ടനെ വിളിച്ചിരുന്നു. ആ പ്ലാൻ പ്രകാരമാ ഞാൻ നിന്നെ ഇവിടെ ഇരുത്തി മനുവേട്ടന്റെ കൂടെ വാതിലിൽ നിന്നത്. പക്ഷേ ആ രാക്ഷസൻ വരുന്നത് കണ്ടപ്പോ ഞങ്ങൾ പാത്തിരുന്നതാ. അപ്പോ അറിയാതെ... ബാക്കി പറയാൻ രേഷ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അവൾ ചമ്മലോടെ മനുവിനെ നോക്കി. മനുവിന്റെ രണ്ട് തോളുകളിലും നന്നായി മസാജ് ചെയ്തു കൊടുക്കുകയാണ് അഭിയും വൈശാഖും. അതിന്റെ ഞെരുക്കത്തിലും അവളെ നോക്കി മനു ചിരിച്ചിരുന്നു. എന്നാൽ അവന്തിക ഇതൊക്കെ ഇവരുടെ പ്ലാൻ ആണെന്നറിഞ്ഞപ്പോ വായും പൊളിച്ചു നിൽക്കുമായിരുന്നു. രേഷ്മയെ ഉറ്റുനോക്കി നിൽക്കുന്നവളെ കണ്ടതും ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലായ രേഷ്മ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. പുറകിന് അവന്തികയും. മനുവിന്റെ അവസ്ഥയും വളരെ പരിതാപകരമായിരുന്നു. അവനും മെല്ലെ അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോയി. പിന്നീട് കോളേജിലെ ഓണാഘോഷ പരിപാടികളുടെ പൊടി പൂരമായിരുന്നു. വടംവലിയും ഉറിയടിയും നാരങ്ങാ സ്പൂണും ചാക്കിലോട്ടവും അങ്ങനെ ഒരുപാട് പരിപാടികൾ. ഓണപ്പാട്ടും തിരുവാതിരയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറച്ചേറെ പരിപാടികളിൽ അവന്തികയും രേഷ്മയും പങ്കെടുത്തിരുന്നു. പരിപാടികളൊക്കെ അവസാനിച്ചപ്പോൾ ഓണസദ്യക്കുള്ള സമയമായിരുന്നു. പിള്ളേരൊക്കെ കൂടി ചേർന്ന് കോളേജ് കോമ്പൗണ്ടിലേക്ക് ഡെസ്കും ബെഞ്ചും നിരനിരയായി അടുക്കി വെച്ചു. പിന്നീടങ്ങോട്ട് വിളമ്പുകാരുടെ ബഹളമായിരുന്നു. വാഴയില ഓരോന്നായി ഡെസ്കിൽ കൊണ്ടുവച്ചു. കോളേജിലെ എല്ലാവർക്കും കൂടി വാഴയില സംഘടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് പേപ്പർ വാഴയില വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തു. പപ്പടം, പഴം, ഉപ്പേരി, ഇഞ്ചി, കടുമാങ്ങ, നാരങ്ങ, തോരൻ, അവിയൽ, കിച്ചടി, പച്ചടി അങ്ങനെ തൊടുകറികൾ ഓരോന്നായി വിളമ്പാൻ തുടങ്ങി. ചോറുമായി ഒരാൾ പോയപ്പോൾ മറ്റൊരാൾ പരിപ്പുമായി പോയി. പിന്നീട് സാമ്പാർ വിളമ്പി, പായസം വിളമ്പി, പുളിശ്ശേരി വിളമ്പി, അവസാനം പച്ചമോരും വിളമ്പി. എല്ലാവരും വയറ് നിറച്ച് സദ്യയും കഴിച്ച് ഇല മടക്കി വെച്ചു. സദ്യയൊക്കെ കഴിച്ച് കുറച്ച് കളിതമാശകളൊക്കെ പറഞ്ഞ് ഓണാശംസകൾ പങ്കുവെച്ചുകൊണ്ട് അവരുടെ വെക്കേഷൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവന്തികയ്ക്കും അഭിക്കും തമ്മിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ പതിയെ അവർ ഫോണിൽ കൂടി മിണ്ടിയും പറഞ്ഞും കൂടുതൽ അടുത്തിരുന്നു. സിദ്ധാർത്ഥന്റെ ശല്യം ഇല്ലാത്തതുകൊണ്ട് അവളിലെ പേടി ചെറുതായി മാറാനും തുടങ്ങിയിരുന്നു. മറ്റ് പ്രണയ ജോഡികളുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. അങ്ങനെ ഓണ വെക്കേഷൻ തീരുന്നതിന് ഒരു ദിവസം മുന്നേ അവന്തികയുടെ ക്ലാസ്സുകാർക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് പ്രദീപ് സാർ വെച്ചിരുന്നു. ഫെസ്റ്റിവലിന്റെ ഒക്കെ പുറകിന് പോയതുകൊണ്ട് പ്രദീപ് സാറിന്റെ പോർഷൻസ് ഒക്കെ പെൻഡിങ് ആയിരുന്നു. അതുകൊണ്ടാണ് 3 മണിക്കൂർ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരുന്നത്. അതിനനുസരിച്ച് അവന്തിക കോളേജിലേക്ക് വന്നു. അവിടെ അവന്തികയുടെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവന്തിക ഇത് അഭിയോട് പറഞ്ഞിരുന്നു. കൂടാതെ രേഷ്മ മനുവിനോടും പറഞ്ഞു. രേഷ്മയെ കാണാൻ മനുവും അവന്തികയെ കാണാൻ അഭിയും കോളേജിലേക്ക് വരാൻ തീരുമാനിച്ചു. ഒപ്പം വൈശാഖ് വിദ്യയോടും ഈ വിവരം പറഞ്ഞപ്പോൾ അവളും ആതിരയും കൂട്ടി കോളേജിലെത്തി. അവന്തികയുടെ ക്ലാസ് കഴിഞ്ഞ് മറ്റു കുട്ടികൾ കോളേജിൽ നിന്നും പോയിരുന്നു. എന്നാൽ അവന്തികയും രേഷ്മയും കുറച്ചുനേരം അഭിയുടെയും മനുവിന്റെയും കൂടെ ഇരുന്നു. ഓരോരോ ജോഡികളായി മാറി നിന്ന് ഓരോരുത്തരും സംസാരിക്കുന്നുണ്ടായിരുന്നു. പാവം ആതിര മാത്രം ഫോണിൽ നോക്കി ഇരിപ്പുണ്ട്. അവന്തിക, ഈ കഴിഞ്ഞ കുറച്ചു ദിവസം കാണാതിരുന്നപ്പോ നിനക്കെന്നെ മിസ് ചെയ്തായിരുന്നോ? അഭിയുടെ ചോദ്യത്തിന് ശരിവെച്ചുകൊണ്ട് അവളൊന്ന് തലയാട്ടി. ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി അവൻ പറഞ്ഞു.
അവന്തിക, ഇനിയെങ്കിലും തനിക്ക് എന്നോട് പറഞ്ഞൂടെ? എന്താണെന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി. നിന്റെ ഉള്ളിലുള്ള പ്രണയം എന്നോട് പറഞ്ഞൂടെ എന്ന്. അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തോടി നടന്നിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൻ ഒപ്പിയെടുത്തു. കൂട്ടത്തിൽ അവളുടെ വലത്തെ കൈകൾ അവന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തു. അത് പിന്നെ എനിക്ക്... അവളത് തന്നോട് പറയാൻ പോകുവാണെന്നറിഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിലും കണ്ണുകളിലും മാത്രം മാറി മാറി അഭി നോക്കി നിന്നു. പെട്ടെന്ന് തന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് അഭി താഴേക്ക് നിലം പതിക്കുന്നത് കണ്ടുകൊണ്ട് അവന്തിക വെപ്രാളത്തോടെ അവനെ നോക്കി. എന്തോ തന്റെ കവിളുകളിൽ വന്നടിച്ചതുപോലെ അവന് തോന്നി. അപ്പോഴാണ് അഭിയും അവന്തികയും അവനെ ശ്രദ്ധിച്ചത്. വലിഞ്ഞു മുറുകിയ ഞരമ്പുകളും ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടതും അഭിക്ക് ദേഷ്യം വന്നിരുന്നു. UK-യിൽ നിന്നും അവളെ കാണാൻ വന്നതായിരുന്നു സിദ്ധാർത്ഥ്. അപ്പോഴാണ് കോളേജിലെ സ്പെഷ്യൽ ക്ലാസിന്റെ വിവരം അവൻ അറിഞ്ഞത്. അതുകൊണ്ട് അവളെ കാണാൻ വന്ന സിദ്ധാർത്ഥ് കണ്ടത് തന്റെ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അഭിയെയാണ്. ഒരു വാർണിംഗ് കൊടുത്തിട്ട് പോലും അവൻ അടങ്ങിയില്ല എന്ന് കണ്ട സിദ്ധാർത്ഥ് തന്റെ മുഷ്ടി ചുരുട്ടി അവന്റെ കവിളുകളിൽ ശക്തമായി ഒന്ന് പ്രഹരിച്ചു. അതിന്റെ ആഘാതത്തിലാണ് അഭി താഴേക്ക് നിലംപതിച്ചത്. അഭി ഇതിനോടകം തന്നെ എഴുന്നേറ്റ് നിന്നിരുന്നു. അപ്രതീക്ഷിതമായി സിദ്ധാർത്ഥിനെ കണ്ട് ഷോക്കിലായിരുന്നു അവന്തിക. തന്നെയും അഭിയും ഒരുമിച്ച് കണ്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി അവൾക്ക് നേരത്തെ തന്നെ ഒരു ഊഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിവതും അവൾ അഭിയിൽ നിന്നും മാറി നടന്നത്. പക്ഷെ ഇപ്പോ താൻ പേടിച്ചതുപോലെ നടന്നിരിക്കുന്നു. അതിന്റെ ഭയത്തിൽ അവൾ അങ്ങനെ തന്നെ നിന്നു. സിദ്ധാർത്ഥ് നേരെ അഭിയുടെ ഷർട്ടിന്റെ കോളറിൽ കയറി ബലമായി പിടിച്ചു. ഹൗ ഡെയർ യു അഭിനാഥ്! നിനക്ക് ഞാൻ ഒരു വാർണിംഗ് തന്നതല്ലേ? എന്നിട്ട് നീ എന്തിനാ എന്റെ പെണ്ണാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവളെ പിടിച്ചത്? നീ ചെയ്ത തെറ്റിന്റെ ആഴം നിനക്ക് ഊഹിക്കുന്നതിനും അപ്പുറമാണ്. ഈ സിദ്ധാർത്ഥ് മഹേശ്വരന്റെ ഭാര്യയാകാൻ പോകുന്നവളാണിവൾ. ഇവളെ എന്റെ കൺമുന്നിൽ വെച്ച് നീ... അവന്റെ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ അവന്റെ കൈകൾ വീണ്ടും അഭിയുടെ കോളറിൽ മുറുകി. എന്നാൽ ഒട്ടും ഭയമില്ലാതെ സിദ്ധാർത്ഥിനെ തന്നെ തുറച്ചു നോക്കുന്ന അഭിയുടെ കണ്ണുകളെ കാണുന്തോറും സിദ്ധാർത്ഥിനും അരിശം കൂടി വന്നു. സിദ്ധാർത്ഥ് തന്നെയെല്ലാം തീരുമാനിച്ചാൽ മതിയോ? തന്റെ ഭാര്യയാകാൻ അവൾക്ക് സമ്മതമല്ലാത്തടത്തോളം അവൾ എന്റെ പെണ്ണാ, ഈ അഭിയുടെ പെണ്ണ്. അഭിനന്ദ് സിദ്ധാർത്ഥിന്റെ കൈകൾ ബലമായി അവന്റെ കോളറിൽ നിന്നും പിടിച്ചു മാറ്റി. സിദ്ധാർത്ഥിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പെണ്ണിന് മറ്റൊരവകാശി, അതവൻ ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. അവന്റെ കോപം അവന് നിയന്ത്രിക്കാനാകാത്ത വിധം അതിര് കടന്നിരുന്നു. വാട്ട് ഡിഡ് യു സേ? നിന്റെ പെണ്ണോ? ഷീസ് മൈൻ ഫോർ എവർ. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവനെ തറപ്പിച്ചു നോക്കിയതിനു ശേഷം അവന്തികയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ തുനിഞ്ഞതും അഭിയുടെ കൈകൾ അവനിൽ പിടിവീണിരുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ് അഭിയെ സൂക്ഷിച്ചു നോക്കി. അവളുടെ സമ്മതമില്ലാതെ അവളെ ആർക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അഭി പറഞ്ഞു തീർന്നതും സിദ്ധാർത്ഥ് ഒന്ന് പൊട്ടിച്ചിരിച്ചു. അവൻ തന്റെ കൈ ഒന്ന് കുടഞ്ഞുകൊണ്ട് അഭിയുടെ കൈകൾ തട്ടിമാറ്റി. ആ സമയം അവിടേക്ക് വൈശാഖും മനുവും വിദ്യയും രേഷ്മയും ആതിരയും എത്തിയിരുന്നു. ഡാ, നീ വെറും ഒരു കൊച്ചു ചെറുക്കനാ. കോളേജിലെ ഹീറോ ഒക്കെ ഇവിടെ മതി. അതെന്റെ അടുത്ത് കാണിക്കാൻ നിന്നാൽ നീ വിവരമറിയും. ഈ സിദ്ധാർത്ഥ് മഹേശ്വറിനെ നിനക്കറിയില്ല. സിദ്ധാർത്ഥ് ഒരു താക്കീതോടെ അവന്റെ മുന്നിൽ ചെന്ന് അവന്റെ കണ്ണുകളെ നോക്കി പറഞ്ഞു. അപ്പോഴും സിദ്ധാർത്ഥിന്റെ കൈകൾ അവന്തികയിലായിരുന്നു. അതെനിക്ക് നന്നായി അറിയാം. തന്നെപ്പോലെ ചീപ്പാവാൻ എനിക്ക് കഴിയില്ല. അവനത് പറഞ്ഞപ്പോ സിദ്ധാർത്ഥിന് ദേഷ്യം വന്നിരുന്നു. എങ്കിലും അവനൊന്നടങ്ങി. അഭിയെ രൂക്ഷമായി നോക്കിയതിനു ശേഷം സിദ്ധാർത്ഥ് അവളെയും കൂട്ടി വീണ്ടും പോകാൻ തുനിഞ്ഞതും മനുവും വൈശാഖും അവന്റെ മുന്നിൽ ചെന്ന് നിന്നു. സിദ്ധാർത്ഥ്, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. അവളെ വിട്ടേക്ക്. മനു അത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ വിരിഞ്ഞത് പുച്ഛമായിരുന്നു. പാലുകൂടി മാറാത്ത നിന്നെയൊക്കെ ഞാനിന്ന് തൊട്ടാ തന്നെ താഴെ വീഴും. അതുകൊണ്ട് മക്കള് മാറി നിൽക്ക്. സിദ്ധാർത്ഥ പറഞ്ഞതും മനുവും വൈശാഖനും ദേഷ്യം അരിച്ചു കയറി വന്നു. അത് വകവയ്ക്കാതെ സിദ്ധാർത്ഥ് അവരെ നോക്കി നിന്നു. ആ സമയത്ത് അവന്റെ കൈ അവന്തികയിൽ നിന്നും അയഞ്ഞതും അഭി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനോട് ചേർത്ത് നിർത്തി. സിദ്ധാർത്ഥ് അവനെ രൂക്ഷമായി നോക്കി. അത് കണ്ടുകൊണ്ട് അവന്തിക സിദ്ധാർത്ഥിന്റെ മുന്നിൽ ചെന്ന് നിന്നു. സിദ്ധാർത്ഥ്, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. അഭിയെ സിദ്ധാർത്ഥ് എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമായിരുന്നു അവൾക്ക്. ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല.
എനിക്കതിന് താല്പര്യവുമില്ല. നീ എൻ്റെ കൂടെ വാ അവന്തിക. സിദ്ധാർത്ഥിന്റെ ശബ്ദം ഉയർന്നിരുന്നു. ഞാനിപ്പോ വരുന്നില്ല, സിദ്ധാർത്ഥ് പൊക്കോ. അവന്തിക അപ്പോഴത്തെ ദേഷ്യത്തിൽ അതങ്ങ് പറഞ്ഞു പോയിരുന്നു. വായ്, എന്തുകൊണ്ട് നീ വരുന്നില്ല? സിദ്ധാർത്ഥ് പല്ലുറുമി അവളുടെ നേരെ ചെന്ന് നിന്നു. ചോദിച്ചത് കേട്ടില്ലേ, എന്തുകൊണ്ട് നീ ഇപ്പൊ എന്റെ കൂടെ വരില്ല എന്ന്? ദേ, ഇവനെ കണ്ടുകൊണ്ടാണോ? സിദ്ധാർത്ഥ് അഭിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. അവന്തിക, നിനക്ക് ഞാൻ ആരാണെന്ന് നന്നായി അറിയാവുന്നതല്ലേ. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു നിന്നത് നിന്നെ ഓർത്തിട്ടാ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പറയുന്നതനുസരിച്ച് എന്റെ കൂടെ വാ. സിദ്ധാർത്ഥ് അവന്തികയുടെ നേരെ ശബ്ദം ഉയർത്തി പറഞ്ഞതും അവളൊന്ന് പേടിച്ചു. ശരിയാണ്, സിദ്ധാർത്ഥ് അവനെ പേടിക്കുക തന്നെ വേണം. താൻ കാരണം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് തനിക്ക് താങ്ങാനാവില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അവന്തിക തലയും കുനിച്ചു നിന്നു. ആ സമയത്ത് പ്രദീപ് സാർ അവിടേക്ക് എത്തിയിരുന്നു. എന്താ എന്താ ഇവിടെ? മിസ്റ്റർ സിദ്ധാർത്ഥ്, താൻ ആരോട് ചോദിച്ചിട്ടാ ഈ കോളേജിൽ കയറിയത്? പെർമിഷൻ ഇല്ലാതെ അങ്ങനെ വലിഞ്ഞു കയറി വരാനൊന്നും പറ്റില്ല. സോ യു മേ ഗോ നൗ. സിദ്ധാർത്ഥ് സാറിനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. ഞാൻ ഇതിനു മുൻപും ഇവിടെ കയറിയിട്ടുണ്ട്. പെർമിഷനൊക്കെ ചോദിക്കേണ്ടവരോട് ചോദിച്ചിട്ട് തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പഠിപ്പിക്കാൻ വന്നാൽ ആ പണി ചെയ്താൽ മതി. എന്റെ കാര്യത്തിൽ തലയിടാൻ വരരുത്. ഗോട്ട് ഇറ്റ്? അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് വീണ്ടും അവന്തികയുടെ നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും അവളുടെയും സിദ്ധാർത്ഥിന്റെയും നടുവിലായി അഭി കയറി നിന്നു. സിദ്ധാർത്ഥിന് ദേഷ്യം കൂടി വന്നു. തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന അഭിയെ കാണുന്തോറും തന്റെ ഉള്ളിലെ രാക്ഷസനെ അവൻ പതിയെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങിയിരുന്നു. അവന്തികയ്ക്ക് അത് മനസ്സിലായതുപോലെ അഭിയുടെ തോളിൽ പേടിച്ചുകൊണ്ട് ഞെരിച്ചു പിടിച്ചു.